രാഷ്ട്രീയ പക്ഷപാതപരമായ നിലപാടിൻ്റെ വേദിയാക്കി ഈ പരിപാടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കേരളത്തിൽ ദേശീയപാതാ വികസനം അസാധ്യമാണെന്നും നാഷണൽ ഹൈവേക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാനാവില്ല എന്നും മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വ്യക്തമായും നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി കേരളത്തിലുള്ള നാഷണൽ ഹൈവേ 66 പ്രവർത്തനം ഉപേക്ഷിച്ച് മടങ്ങിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലെ അധികാരത്തിൽ വന്നപ്പോൾ നാഷണൽ ഹൈവേ 66 നിർബന്ധപൂർവം കേരളത്തിന് ലഭിക്കേണ്ടുന്ന ഒരവകാശമായിട്ട് അവതരിപ്പിക്കുകയും കേന്ദ്ര മന്ത്രിമാരുൾപ്പെടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി ചർച്ച നടത്തി അവസാനം നാഷണൽ ഹൈവേ 66 ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം നാഷണൽ ഹൈവേ അതോറിറ്റി സർക്കാരിന് വേണ്ടി കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പുമായിട്ടാണ് കരാർ ഒപ്പിടുന്നത്. അങ്ങനെ കേരള സർക്കാരിന് ധനപരമായ പങ്കാളിത്തമുള്ള പദ്ധതിയാണ് നാഷണൽ ഹൈവേ 66. മറ്റൊരു സംസ്ഥാനത്തിലെ നാഷണൽ ഹൈവേക്കും അതത് സംസ്ഥാനത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റുമായി സാമ്പത്തിക പങ്കാളിത്തമില്ല. ഇപ്പോൾ നമുക്കറിയാം, ഈ നാഷണൽ ഹൈവേ 66 5 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. മഹാരാഷ്ട്രയിലെ പനവേലിൽ നിന്ന് ആരംഭിച്ച് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് അത് അവസാനിക്കുന്നത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരള, തമിഴ്നാട് എന്നീ 5 സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഈ ദേശീയപാതയുടെ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ കേരളമല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനം ഒരു നയാ പൈസ ചെലവഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പദം ഉപയോഗിച്ചത്. കേരള ഗവൺമെൻറ്റിൻ്റെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് നാഷണൽ ഹൈവേ 66 പ്രാവർത്തികമാക്കാൻ സാധിച്ചത് എന്നുള്ളത്. കേരള വികസനത്തിന് അനിവാര്യമായ ഒരു കാര്യം എന്ന നിലയിലാണ് ഈ പദ്ധതിയെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കണ്ടത്. നമുക്കറിയുന്നത് പോലെ 5580 കോടി ഇതിനു വേണ്ടി നൽകിയത് കേരള ഗവൺമെൻറ്റാണ്. കിഫ്ബി വഴിയാണ് നമ്മളത് നൽകിയത്. യഥാർത്ഥത്തിൽ ഈ 5580 കോടി നൽകിയപ്പോൾ ഇതിനെ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കേന്ദ്രം വെട്ടിക്കുറച്ചു. രണ്ടും ചേരുമ്പോൾ കേരളത്തിന് വന്ന ബാധ്യത 11,160 കോടി റുപ്യയാണ്. സത്യം പറഞ്ഞാൽ ഇതാണ് കേരളം ഏറ്റെടുക്കേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. കേരളം ചെലവാക്കിയ ഈ പണത്തിന് തിരിച്ചടവില്ല. കേന്ദ്രം ചെലവാക്കാൻ പോകുന്ന പണം മുഴുവൻ പലിശ സഹിതം ടോളായി തിരിച്ചു പിടിക്കുകയും ചെയ്യും.
ഇപ്പോൾ കേരളം പൊതുവെ നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഈ പണം ചെലവഴിച്ചത് എന്നർത്ഥം. നാഷണൽ ഹൈവേ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ സമരമാണ് UDFും BJPയും നടത്തിയത്. അതിനെതിരായിട്ട് കണ്ണൂരിലെ തളിപ്പറമ്പിൽ കീഴാറ്റൂരിൽ കോൺഗ്രസും BJPയും നയിച്ച സമരം KPCC മുൻ അധ്യക്ഷൻ VM സുധീരനും BJP നേതാവ് PK കൃഷ്ണദാസും അന്ന് കേരള കോൺഗ്രസ് നേതാവായിരുന്ന PC ജോർജും BJP നേതാവ് ഇന്നത്തെ മന്ത്രിയുമായ സുരേഷ് ഗോപിയും അവരാണ് ബൈപ്പാസ് വിരുദ്ധ സമരം നയിച്ചത്. നന്ദിഗ്രാമിലെ മണ്ണ് കീഴാറ്റൂരിലിട്ട് അവര് ഹൈവേ വിരുദ്ധ സമരത്തിന് ആക്കം കൂട്ടാൻ ശ്രമിച്ചു. എന്നാൽ ഇതിനെയെല്ലാം ഫലപ്രദമായി പ്രതിരോധിച്ചുകൊണ്ടാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന നാഷണൽ ഹൈവേയുടെ 2 റീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ റീച്ചും നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചത്. ഞങ്ങൾ ഈ സംബന്ധിച്ച് ആലോചിച്ചപ്പോൾ നാഷണൽ ഹൈവേ 66 ഇതിന്റെ ഉദ്ഘാടന പരിപാടിയിൽ കേരള ഗവൺമെന്റിന് വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് ഒപ്പിട്ട പൊതുമരാമത്ത് വകുപ്പിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ്. വളരെ വിചിത്രമായ ഒരു കാര്യമായിരുന്നു അത് എന്ന് കാണാൻ കഴിയും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലൂടെയാണ് ഈ 2ാമത്തെ ഉദ്ഘാടനം ചെയ്യുന്ന റീച്ച് കടന്നു പോകുന്നത്. രാമനാട്ടുകര അവിടെയാണ്, ആ മണ്ഡലത്തിലാണ്, ബേപ്പൂർ മണ്ഡലത്തിൽ. എന്നിട്ടും അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഭാഗമായി ക്ഷണിച്ചില്ല എന്നുള്ളത് വ്യക്തിപരമായ പ്രശ്നമല്ല, കേരളത്തോടെടുക്കുന്ന BJP ഗവൺമെന്റിന്റെ രാഷ്ട്രീയമായ പകപോക്കലാണ്. ഈ സന്ദർഭത്തിൽ അവിടെ ഈ 2 റീച്ചിലും ഒരു ജനകീയ ഉത്സവം പോലെ ഈ സമയത്ത് ഈ 1 മണിക്ക് മന്ത്രിയും MLAയും ജനങ്ങളും എല്ലാം ചേർന്ന് പൊതുജനങ്ങളെല്ലാം അണിനിരത്തി ഒരു ആഘോഷ പരിപാടി, റോഡ് ഷോ ഉൾപ്പെടെ സംഘടിപ്പിക്കുക എന്നത് ഇപ്പോഴവിടെ ജനങ്ങൾ മുൻകൈയെടുത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.